എന്റെ ക്യാപ്പ് റെഡിയായി. എടാ നിന്നെ കാണാൻ എന്ത് രസമാടാ. നീ എന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പടം കാണാൻ കൊണ്ടുപോയിരുന്നു. ഒരുമിച്ച് ചായ കുടിക്കായിരുന്നു. ബീച്ചിൽ കൊണ്ടുപോയി അടിച്ചു പൊളിച്ചേനെ. 3 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പണിയായിരുന്നു. ഇവൻ ക്യാപ്പ് വെച്ച് കളിച്ച് 3 മണിക്കൂറാക്കി മാറ്റി. ഒരു കാര്യം ചെയ്യേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നുറങ്ങ്. എന്നിട്ട് ഈ ക്യാപ്പ് നിന്റെ തലയ്ക്ക് തലയണയായിട്ട് ഉപയോഗിച്ചോ. എനിക്ക് എന്റെ ക്യാപ്പ് എന്ന് വെച്ചാൽ ജീവനാണ് പോപ്പാൻ. ഒരു വശത്ത് 5000 ചോക്ലേറ്റ് വെച്ചിട്ട് മറുവശത്ത് ക്യാപ്പും വെച്ചാൽ ഞാൻ ക്യാപ്പേ ചൂസ് ചെയ്യത്തുള്ളൂ. അതായത് ആനയ്ക്ക് അതിന്റെ കൊമ്പിനെ പോലെ, പുലിക്ക് അതിന്റെ നഖത്തിനെ പോലെ എനിക്ക് എന്റെ ക്യാപ്പ് പ്രധാനമാണ്. ഹാപ്പി ഹോളിഡേ, ഹാപ്പി ഹോളിഡേ. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടില്ല, നീ കുടുങ്ങി. ഇപ്പൊ കണ്ടോ, ഹാപ്പി ഹോളിഡേ. കൊച്ചലിയ, ഞാൻ അടിച്ചത് പച്ച നിറമാണല്ലോ, പക്ഷെ നീയാണെങ്കിൽ ചുവന്നിരിക്കുക. ഇത് നിറമല്ല, പണ്ണി ദേഷ്യത്തിൽ ഇങ്ങനെ മാറിപ്പോയതാ. ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി വല്യളിയനെ കൊച്ചളിയൻ പഞ്ഞിക്കിടാൻ പോവുകയാണ്. സംശയമുണ്ടോ? ഇന്നലെ സോർദർ എന്നോട് പറഞ്ഞത് ഇന്ന് ഹോളിഡേ ആണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോ ഹോളി കളിക്കുന്നത്. എല്ലാവർക്കും ഹോളി ദിവസത്തെ ആശംസകൾ. നോക്കടാ കഴുതേ, ഇന്ന് സൺഡേ ആടാ, സൺഡേ. അവധി ദിവസം ഹോളിഡേ, അല്ലാതെ ഹോളി ആഘോഷിക്കുന്ന ദിവസമല്ലടാ. എന്റെ ക്യാബിനെ നീ നശിപ്പിച്ചു. മണ്ടന്മാരുടെ രാജാവാണ് നീ, വിഡ്ഢികളുടെ നേതാവാണ് നീ. പക്ഷേ എന്താണ് നീ പക്ഷേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ കാണിച്ച മണ്ടത്തരങ്ങൾ കാരണം എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാവോ? ഇന്നലെ ATM മെഷീനിൽ പിന്നടിക്കാൻ പറഞ്ഞപ്പോ നീ സെറ്റി പിന്നാണ് ഇട്ടത്. അത് മൊത്തത്തിൽ കേടായി പോയി. അതിൽ നിന്ന് ക്യാഷ് അല്ല വന്നത്, ഒരു നോട്ടീസാണ് വന്നത്. അതിലെന്താണെന്ന് അറിയാവോ? ഇങ്ങനെ നീ ചെയ്താൽ ഇടിച്ച് പരിപ്പിളക്കുമെന്ന്. ഇന്ന് മേളം ചെടിയിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അതിലെ ചെടിയും മണ്ണും ഒക്കെ പുറത്തിട്ടിട്ട് അതിലെ വെള്ളം കയറി ഒഴിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണിവൻ. അവനോട് ക്ഷമിക്കുവാണി, അവൻ കുട്ടിയല്ലേ. സത്യമാണ് നീ പറഞ്ഞത്, ഇവൻ കുട്ടിയാണ്, അതും കഴുതയുടെ കുട്ടി. ഇതോടെ മതിയാക്ക് പണി. നിന്റെ വലിയളിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടിയത്? ഇനി രക്ഷ വേണ്ടി ഞാനുണ്ടല്ലോ. നീ എന്ത് ചെയ്യുന്നു പറയടാ. ഞാനുണ്ടല്ലോ. എന്താടാ? ഞാൻ ഈ വീട് വിട്ട് എന്തെന്നൊക്കെ ഓടിപ്പോയിക്കളയും. എങ്കിൽ ഞാൻ പറയും, നില വിളിച്ചു പറയും, നാട്ടുകാർ കേൾക്കാൻ പറയും. കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ, ഈ ഹണി നമ്പർ 1 കഴുതയാണ്. യഥാർത്ഥ കഴുത പോലും ഇവന്റെ മുന്നിൽ സ്മാർട്ട് ആയിരിക്കും. ഇവനെ പോലുള്ള ഒരു കഴുതയെ ലോകത്തെങ്ങും കാണാൻ കഴിയില്ല. ഞാൻ പോവാണ്. നീ കൊച്ചളിനെ നോക്കിക്കോ, ഞാൻ വല്യളിനെ നോക്കിക്കോളാം. സംശയമുണ്ടോ? ഹണി നിക്ക്. ഞാൻ നിക്കാൻ പോകുന്നില്ല. റെഡ് ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ നിക്കാൻ പോകുന്നില്ല. ബണ്ണി എന്നെ ഒരുപാട് നാണം കെടുത്തി. ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ സത്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അവനോട് സ്നേഹത്തോട് പറഞ്ഞാലും അവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. എനിക്കിനി അവന്റെ മുഖം പോലും കാണണ്ട. ഞാൻ ഇനി അവന്റെ മുഖത്ത് പോലും നോക്കില്ല. ഇനി അവൻ എന്റെ മുഖത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് ഇട്ടോണ്ട് വരാൻ പറ അവനോട്. ഹോളി ദിവസത്തിൽ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറും. പക്ഷെ ഇവിടെ ഹോളി കാരണം മിത്രങ്ങൾ ശത്രുക്കളായി. ഇന്നത്തോടെ നമ്മുടെ സൗഹൃദം അവസാനിച്ചു. വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ബാഗ്, വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ബാഗ്, നല്ല ബാഗ്. അങ്കിളെ, അങ്കിൾ എന്തിനാ ഇത്രയും ബാഗ് എടുത്തോണ്ട് സ്റ്റേഷനിലോട്ട് പോകുന്നേ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളിയനായിട്ട് വഴക്കായതാണോ? നിങ്ങൾ എന്നെ പോലെ വീട് വിട്ട് പുറത്തു വന്നതാണോ? എടോ, ഞാനിവിടെ ബാഗ് വെക്കുകയല്ലേ, പിന്നെ എന്തിനാ എന്റെ അടിയനോട് വഴക്കുണ്ടാക്കുന്നേ? ഞങ്ങൾ അളിയന്മാര് നല്ല സന്തോഷത്തിലാ കഴിയുന്നേ. നീ എന്തിനാ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കുന്നേ? പോടന്നേ. 10 രൂപയ്ക്ക് 2, 10 രൂപയ്ക്ക് 2, 10 രൂപയ്ക്ക് 2 ബാഗ്, 10 രൂപയ്ക്ക് 2. ഇത്രയും വില കുറവോ? എടോ, ഇങ്ങനെ വിറ്റാലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വിറ്റാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. തനിക്ക് വേണമെങ്കിൽ എടുത്തോ. എന്നാ പിടിച്ചോ. വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ബാഗ് ബാഗ്. എനിക്കിപ്പോ എന്തായാലും വീട്ടിലോട്ട് തിരിച്ചു പോണെന്ന് തോന്നുന്നുണ്ട്. എടാ മരക്കഴുതേ, ഇഡിയറ്റ്. സത്യമാണ് നീ പറഞ്ഞത്, ഇവൻ കുട്ടിയാണ്. 1 മിനിറ്റ്. ഈ ഡയലോഗ് തന്നെ ബണ്ണി എന്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവന്റെ അടുത്തോട്ട് പോകത്തേ ഇല്ല. ഐ ഹേറ്റ് ബണ്ണി. ഞാൻ വീണ്ടും ജയിച്ചു വല്യളിയാ. നീ ഒരിക്കലും എന്റെ അടുത്ത് ജയിക്കാൻ. എന്താ ഇത്?
ഹണിയാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ. ഉം, 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 ഉം. പ്ലേറ്റ് വെച്ച് കഴിഞ്ഞു. ഹണി വാ വന്ന് കഴിക്ക്. ബണ്ണി ഹണി ഇവിടെ ഇല്ല. നിനക്ക് എപ്പോഴും അവന്റെ ഓർമ്മയാണ്. പോയവനെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഇല്ല, അവന്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടുന്ന് പോയത്. അവന്റെ ഇഷ്ടപ്രകാരം തിരിച്ചു വന്നാ മതി. കൊച്ചലിയ, ഈ ഡുവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചു കൊച്ചു ഡൗട്ടിനായി നിനക്ക് കൊച്ചളിയനെ ഓർമ്മ വരികയാണ്. വാഹണി, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ നിന്നെ കൊച്ചലിയെന്ന് വിളിച്ചത്. നീ എന്നെക്കാളും ചെറുതാണല്ലോ, അതുകൊണ്ട് നീ എന്തായാലും എന്റെ കൊച്ചലിയൻ തന്നെയാ. അങ്ങനെയല്ലേ കൊച്ചലിയ? നമ്മുടെ മുകളിൽ ആകാശമാണ്, ആകാശത്തിന് താഴെ ഭൂമിയാണ്. എനിക്കാണെങ്കിൽ ഈ കോമ്പറ്റീഷന് പോകേണ്ടതുണ്ട്. പട്ടണത്തിൽ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇതിൽ ജയിക്കുന്നവർക്ക് ഹിൽ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സൗജന്യ യാത്രാ ടിക്കറ്റ് കിട്ടും. കൂടാതെ ഒരുപാട് ഗിഫ്റ്റുകളും കിട്ടും. 4ഉം 6ഉം പോലുള്ള പ്രൈസുകളും കിട്ടും. വാവ്, എന്നാ പിന്നെ ഉറപ്പായിട്ട് എനിക്കും ഇതിൽ പങ്കെടുക്കണം. ഇതിൽ ഡാൻസ് ഒക്കെ കളിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ കൊച്ചളിയൻ ബണിയെ കൂടി കൊണ്ടുവരാൻ നോക്ക്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ അടിച്ചു പൊളിക്കും. മനസ്സിലായോ? ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാൻ നോക്ക്. ശരി, എന്നാൽ ഞങ്ങൾക്ക് ഉടൻ തന്നെ പോകേണ്ടതുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ വെച്ച് കാണാം. ബായ്. അല്ല, ബൈ. രണ്ടുപേരും സ്കൂട്ടറിന്റെ ടയറുകൾ പോലെയാണ്. ഒരു ടയർ ഊരിപ്പോയാൽ സ്കൂട്ടറിന്റെ പണി തീരും. രണ്ടുപേരും ഒരുമിച്ച് പോയാൽ വണ്ടി നന്നായിട്ട് ഓടും. നീ പറഞ്ഞ ശരി തന്നെയാ. ഞാൻ ദാ വണ്ടിയുടെ അടുത്തേക്ക് പോവുക. എടാ മരക്കഴുതേ, ഇഡിയറ്റ്, നീ വീണ്ടും എന്നെ നനച്ചു കളഞ്ഞില്ലേ? എടാ മരക്കഴുതേ. ഒരു മിനിറ്റ്, ആ ബണ്ണി ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാരണവശാലും അവന്റെ അടുത്തോട്ട് പോവില്ല. ഐ ഹേറ്റ് ബണ്ണി. അയ്യോ, ഹണിയെയും ബണിയെയും ഉടനെ ഒന്നിപ്പിക്കണം. അല്ലെങ്കിൽ തീർച്ചയായും നാട്ടുകാരുടെ തല്ലുകൊണ്ട് എന്റെ പണി തീരും. പണ്ട് ഹണി പാലിനെ പോലെയും ബണ്ണി വെള്ളവും പോലെയായിരുന്നു. പക്ഷെ ഇപ്പോ പാല് നാരങ്ങയും പോലെയായി. ഒന്നിച്ചാൽ അപ്പൊ തന്നെ പാല് പെരിയും. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് പൊപ്പാൻ. കേക്ക്. ബണി, ദാ ഹണി നിനക്ക് വേണ്ടി ഒരു എഴുത്ത് എഴുതിയിരിക്കുകയാണ്. അവൻ അതിൽ നിന്നോട് മാപ്പും ചോദിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവൻ മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് എന്റെ മുന്നിൽ വന്ന് ചോദിക്കണമായിരുന്നു. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവനെന്തായാലും എഴുതിയിരിക്കുകയല്ലേ. നീ എന്തായാലും ഒന്ന് വായിച്ചു നോക്ക്. വായിക്കേ. ഐ ആം സോറി ബണ്ണി ഫ്രം ഹണി. അവൻ മാപ്പൊന്നും ചോദിച്ചിട്ടില്ല. ഇത് വേറെ ആരോ എഴുതിയിരിക്കുന്നതാണ്. എനിക്കെല്ലാം മനസ്സിലായി. ഇത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ സോർദാർ? ഒരു പക്ഷെ ഹണി ഇത് എഴുതിയിരുന്നെങ്കിൽ ഞാനിത് വായിക്കാൻ 1 മണിക്കൂറെങ്കിലും എടുത്തേനെ. അത്രയ്ക്ക് വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് ആണ് അവന്റേത്. എന്റെ പദ്ധതിയെല്ലാം പൊളിഞ്ഞല്ലോ. ഹണിയുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യം ഞാൻ ഓർത്തേ ഇല്ല. ഹണി, ദാ നോക്കിയേ, ബണി നിനക്ക് വേണ്ടി ഗിഫ്റ്റ് തന്നു വിട്ടിരിക്കുന്നു. എന്താ പറഞ്ഞേ? എനിക്ക് വേണ്ടിയോ? ഒരു മിനിറ്റ്, അവന്റെ ഫെയർവെൽ ഗിഫ്റ്റ് തന്ന് എന്നെ എന്തെന്നൊക്കെ നശിപ്പിക്കാൻ നോക്കുവാണോ? അല്ല ഹണി, അവൻ ഈ സമ്മാനം തന്നു വിട്ടിട്ട് നിന്നെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നിന്നെ അപമാനപ്പെടുത്താൻ വേണ്ടി അല്ല. ഒരു മിനിറ്റ്, ഈ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നേ? സ്നേഹപൂർവ്വം ബണ്ണി. പക്ഷെ ഇതിലുള്ള സിഗ്നേച്ചർ നിന്റെ ആണല്ലോ പോപ്പട്ടെ. അത് ശരി, അപ്പൊ ഈ ഗിഫ്റ്റ് നീ കൊണ്ടുവന്നാണല്ലേ? ഞാൻ പോയി ബണ്ണിയുടെ കൈ കോർക്കണമല്ലേ? ഒരിക്കലും ഇല്ല. എടാ, എത്ര സമയം എന്ന് വെച്ചാ നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുക? ഇനി ഒരു 2 മണിക്കൂർ കൂടി. അതിനുശേഷം നീ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ? ഇല്ല, അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. ബോൾ എടുത്തിട്ട് എടാ, ഇവിടെ തെലിപ്പ് കണ്ട ബണിയാണെന്നേ തോന്നുള്ളൂ. പക്ഷെ ഇത് ഹണിയാണല്ലോ. ഇവ ഒരു വൃത്തിയിട്ടവരാ. ആളായ അവന്റെ പണി ഞാൻ തീർക്കും. കളി ഞങ്ങളടുത്ത് വേണ്ട, മനസ്സിലായല്ലോ? നിന്റെ ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് ചിരിയാ വരുന്നത്. എന്നെ കളിയാക്കി എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ല. നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. നീയും ആ ബണ്ണി ഒന്നിച്ചല്ലടാ ഞങ്ങൾ എല്ലാരും ജയിലിലേക്ക് അയച്ചതാ. ജയിലിലേക്ക് അയച്ചതാ. ഇപ്പൊ എന്തായാലും ബണ്ണി നിന്നോടൊപ്പം ഇല്ലല്ലോ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് നിന്ന് നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നേ? ഇന്നത്തോടെ നിന്റെ പണി ഞങ്ങൾ തീർത്തിരിക്കും. നിനക്കൊക്കെ ഞാൻ ഒരുത്തം മാത്രം മതിയടാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ഈ പൂച്ചയ്ക്കാണെങ്കിൽ 2 കൈകളുണ്ട്, എനിക്കാണെങ്കിൽ കൈകളില്ല. ഈ പോക്ക് പോയാൽ ശരിയാവില്ല. എനിക്ക് 2 കൈകളുണ്ടായിരുന്നെങ്കിൽ ഇവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇനി ആരുടെയെങ്കിലും സഹായം തേടണം. പോപ്പട്ടെ, നീ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വാ. അതൊരു ഉമാരെ ഞാൻ നോക്കിക്കോളാം.
എടാ സോളാറേ, നമ്മുടെ ഹണിയെ പൂച്ച ഗ്യാങ് പഞ്ഞിക്കൊണ്ടിരിക്കുക. അവനെ നമുക്ക് രക്ഷിക്കണം. വേഗം വാ. എന്താ ഞാനും വരുന്നു. വേണ്ട, നീ വീട്ടിൽ തന്നെ നിൽക്ക്. നീ വരികയാണെങ്കിൽ പൂച്ച ഗ്യാങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലും. ഞാൻ പോകാം. എന്റെ വലിയ കളിയെ ആരെങ്കിലും തല്ലുമ്പോ ഞാനിങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? അത് ഒരിക്കലും നടക്കില്ല. ഏ? ആ, ആ, ഏ? എന്റെ വലിയ കളിയുടെ പുറത്ത് ആരെങ്കിലും കൈവച്ചാൽ അവന്റെ കഥ ഞാൻ ഇന്നത്തോടെ തീർക്കും. നീ ചെയ്ത ഒന്നും ശരിയല്ല ബണ്ണി. ഞാൻ പുലിയാ. എന്റെ കൊച്ചലെ എന്താ വന്നു കഴിഞ്ഞിരിക്കയാണ്. നീ പുലിയല്ലടാ, വെറും ഒരു എലിയാണ്. ഐ മിസ് യു വെല്ലുവിളിയാ. ഐ മിസ് യു. കൈ കൊടുക്ക്, കൈ കൊടുക്ക്. ഞാൻ കൈ കൊടുക്കില്ല. ഏ? ആ, ആ, ആ. കെട്ടിപ്പിടിക്കേ ഉള്ളൂ. ഐ മിസ് യു കൊച്ചലിയ. ഐ മിസ് യു. ഐ ആം സോറി വെല്ലുവിളിയാ. ഞാൻ നിന്നെ അത്രയ്ക്ക് വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. നീ നല്ലതിനുണ്ടല്ലേ എന്നെ വഴക്ക് പറഞ്ഞത്. ഇനി മേലിൽ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവില്ലെന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്ത് തന്നെ. പ്രോമിസ്. ഇനി നമ്മൾ വഴക്കുണ്ടാകുകയല്ല. സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കുണ്ടായാൽ സോറി പറഞ്ഞ് ഉടനെ തന്നെ ഒന്നിക്കണം. കാരണം ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പും സമയവും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. സംശയമുണ്ടോ?